ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലുള്ള നമ്മുടെ കുത്തബ് മിനാറിൻ്റെ പരിസരത്താണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് കുത്തബ് മിനാർ. മുഗൾ രാജ ഭരണകാലത്തുണ്ടായ ജഹാംഗീർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിലുണ്ടായ കുത്തബ് മിനാറാണ് ഈ കാണുന്നത്. ഇത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. വിദേശികളൊക്കെയും ഇതിന് ചുറ്റും വന്ന് നിന്ന് അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ക്യാമറയിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട്. മനോഹരമായ കാഴ്ചയാണ് കാണാൻ ചെയ്യുന്നത്. മനോഹരമായ എന്ന് വേണം പറയാൻ. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ കുത്തബ് മിനാർ. തന്നെ കുട്ടികളൊക്കെ അതിലൂടെ ടിക്ടോക്ക് ചെയ്തും യൂട്യൂബർമാരും പിന്നെ സ്കൂൾ കുട്ടികളൊക്കെയാണ് ഈ കടന്നു പോകുന്നത്. ആ സ്കൂൾ കുട്ടികളെ ടീച്ചേഴ്സൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇത് അവിടുത്തെ മനോഹരമായ ഒരു ഗാർഡനാണ്. നല്ല ചെത്തിവെടിപ്പാക്കിയ ചെടികളും പൂന്തോട്ടങ്ങളും ഒക്കെയാണ്. ഇത് എന്താണ് ഇതിന് പറയുന്നത്? നടത്തിയ ഒരു കോട്ടയാണിത്. അന്നത്തെ കാലത്തുണ്ടായ കോട്ടകളാണിതൊക്കെ. ഇതിന് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്താണെന്ന് അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ. ഇതൊക്കെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളാണ് ഈ കാണുന്നത്. കുട്ടികൾ കുത്തബ് മിനാർ കാണാൻ വന്നത്. അവർ അതിനിടയ്ക്ക് കുത്തബ് മിനാർ എന്നൊക്കെ വിളിച്ച് പറയുന്നത് ടീച്ചേഴ്സ് പറയിപ്പിക്കുന്നതാണ്. ഇത് കുത്തബ് മിനാറിൻ്റെ കൊത്തുപണികളാണ്. ഇതിലെന്തോ അക്ഷരലിപികളാണ് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് വായിക്കാനൊന്നും പറ്റില്ല. ഏത് ഭാഷയാണെന്നോ ഏത് ലിപിയാണെന്നോ ഒന്നും നമുക്കറിയില്ല. വളരെ മനോഹരമാണ്. ഇത് മുഗൾ രാജ കാലഘട്ടത്തിലെ മുഗൾ രാജവംശത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ അഗ്രം ഉണ്ടോ നല്ല സ്തൂപത്തിൻ്റെ നല്ല മനോഹരമാണത്. ഒരു സ്തൂപം പോലെയാണ് കുത്തബ് മിനാറിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. അത് നമുക്ക് സൂം ചെയ്താൽ അത്രേ കിട്ടത്തുള്ളൂ. അതിനോടനുബന്ധിച്ച് തന്നെ നടന്ന ചെടിത്തോട്ടങ്ങളും മൈതാനങ്ങളും വിദേശികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രകൃതി ഭംഗികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ കോട്ടകളും പാറക്കെട്ടുകളും ഒക്കെയുണ്ട്. ഇതൊക്കെ അവിടുത്തെ ചെറിയ എനിക്കിതിനൊക്കെ എന്താണ് പറയേണ്ടതെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. അവിടെ വിദേശികളാണ് കൂടുതലും വന്നിരിക്കുന്നത്. മലയാളികൾ ചുരുക്കമാണ് ഉണ്ട്. അവരെയൊക്കെ കണ്ടു കിട്ടണം. നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ അവർ വിദേശികൾ ഫോറിൻ കൺട്രീസിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ അവർക്ക് ഗൈഡുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് അതിന് ഇംഗ്ലീഷിലൊക്കെ ഇവിടെ സംസാരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകും. എന്നാലും നമ്മൾ പഴയ പുസ്തകത്തിൽ പഠിപ്പിച്ച ജഹാംഗീർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ നടന്ന മുഗൾ രാജവംശം ഭരണകാലത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞ് കേട്ടുള്ള ഒരു അറിവ് വെച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുന്നതോ കാണുന്നതോ ആരെങ്കിലും ഉണ്ട് ക്ഷമിക്കുക. ഇതൊക്കെ അവിടുത്തെ കുത്തുപണികളോടുകൂടി നിർമ്മിച്ച കല്ലുകൊണ്ടുള്ള സ്തൂപങ്ങളാണ്. ഇതൊക്കെ സ്തൂപങ്ങളും എന്താണ് പറയേണ്ടത്, റിവേഴ്സായി പുറകിലായിട്ട് ഇങ്ങനെ പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരെയും ആകർഷിക്കത്തക്കത്തിൽ അതിനിടയിലൂടെ ചെറിയ വാട്ടർ ഫ്ലോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ പാസേജുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തരൊക്കെ അവിടെ പോയി ഇന്ന് ഫോട്ടോ എടുക്കുന്നവർ. ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ കുത്തബ് മിനാർ. രണ്ട് നമ്മുടെ താജ്മഹലാണ്. താജ്മഹൽ കാണാൻ പറ്റിയില്ല. പിന്നെ ഈ കാണുന്നതൊക്കെ കോട്ടവാതിലുകളാണ്. അന്നത്തെ കാലത്തെ കോട്ടവാതിലുകളൊക്കെയാണിത്. അന്നത്തെ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങൾക്കായിട്ടൊക്കെ ആയിരിക്കും അവരങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും അവിടുത്തെ കോട്ടവാതിലുകളും പുരാതന കാലത്തിലുള്ള കെട്ടിടങ്ങളൊക്കെയാണ്. ഇതൊക്കെ വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കി. ഇതൊക്കെ കോട്ടവാതിലാണ്. അതാണ് കോട്ടവാതിൽ. ശരിക്കും കാഹളം ഊതുന്നിടത്തും ഭടന്മാർ നിൽക്കുന്നതും ഒക്കെ ആയ അന്നത്തെ കാലത്തുണ്ടായ സജ്ജീകരണങ്ങളാണ് ഇതൊക്കെ എന്താണെന്നൊക്കെ അതിൽ ചെറുതൊക്കെ ഞാൻ പഠിച്ച പാഠ്യഭാഗങ്ങളിലെ ഭാഗം വെച്ചാണ് ഈ സംസാരിക്കുന്നത്. ബാക്കിയൊന്നും എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. ഞാൻ കണ്ട വിദേശികളൊക്കെ വന്ന് ഇന്ന് ഫോട്ടോ എടുക്കുകയാണ്. അതൊരു വിദേശികളാണ് അതൊക്കെ കൂടുതലും വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലുള്ളവർക്കൊക്കെ കണ്ടുമടുത്തുകൊണ്ടായിരിക്കാം. ഇന്ത്യയിൽ അതൊന്നും വലിയ പ്രാധാന്യമുള്ളതായിട്ടൊന്നും ആരും പിന്നെ കാണാൻ ഭാഗ്യമില്ലാഞ്ഞിട്ടാണോ പോകാൻ മനസ്സ് കാണിക്കാഞ്ഞിട്ടാണോ? ഇതൊക്കെ കാണണം. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കാണാനുണ്ട്. ഇതാണ് കുത്തബ് മിനാർ. വീണ്ടും കുത്തബ് മിനാറിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. മനോഹരമാണ്. കാണാൻ പറ്റിയത് തന്നെ ജന്മ സുഹൃതം എന്ന് തന്നെ വേണം പറയാൻ. വിദേശികളാണ് കൂടുതലും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അഭിപ്രായം പറയുക. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെന്താ പറയുക, ഇതിനിടയ്ക്ക് എനിക്കും വിദേശികളായ കുറേ പേരുമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞു. വിദേശികളെനിക്ക് എന്നോട് വിഷ് ചെയ്തു, തിരിച്ച് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ 2-3 ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടി. അവരുമായിട്ട് സെൽഫി എടുക്കാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായി. ശരിക്കും പറഞ്ഞിരിക്കുന്നത്
സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകും. എല്ലാവർക്കും ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഇതുപോലുള്ള അവസരങ്ങളുണ്ടാകട്ടെ എന്ന്, ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഫാമിലിയായിട്ട് കുട്ടികളോടൊത്തൊക്കെ പോയി എല്ലാവരും കാണുകയും മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാകുകയും കഴിയുമാറാകട്ടെ എന്നും എല്ലാവർക്കും നല്ലൊരു നന്മകൾ നേർന്നുകൊണ്ടും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ടും ഈ കാഴ്ചകളൊക്കെ കുട്ടികളായിട്ടാണ് ഫാമിലിയായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലെ അത്ഭുതകരമായ നിമിഷങ്ങളും അത്ഭുതകരമായ സന്തോഷങ്ങളും അത്ഭുതകരമായ കാഴ്ചകളും നിങ്ങൾക്കും കാണാൻ കഴിയട്ടെ എന്ന് ജഗദീശ്വരനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ കാണണം